ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാചായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 87-ാമത്തെ ശ്ലോകം. ഹിമാനി ഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൗ നിശായാം നിദ്രാണാം നിശിചരമഭാഗേ ജവിശദോ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തോ സമയിനാം സരോജം ത്വത്പാദോ ജനനി ജയദച്ചിത്രമിഹ കിം. ഹിമാനി ഹന്തവ്യം ഹിമഗിരിനിവാസൈകചതുരൗ നിശായാം നിദ്രാണാം നിശി ചരമഭാഗേ ച വിശദൗ വരം ലക്ഷ്മീപാത്രം ശ്രിയം അതിസൃജന്തോ സമയിനാം സരോജം ത്വത്പാദോ ജനനി ജനയത ചിത്രമിഹ കിം. ഹേ ജനനി, അല്ലയോ മാതാവേ, ഹിമഗിരി നിവാസൈകചതുരോ ഹിമവത് പർവ്വതത്തിൽ നിത്യവാസ സമർത്ഥങ്ങളും നിശി രാത്രിയിലും ചരമഭാഗേജ സായങ്കാലത്തിലും, അതായത് ചരമഭാഗം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയം, സായങ്കാലത്തിലും ചകാരം കൊണ്ട് പകൽ സമയവും എന്നർത്ഥം കിട്ടുന്നു ഇവിടെ. വിശദോ പ്രസന്നങ്ങളായും സമയിന സമയമതാവലംബികൾക്ക്, അതായത് ആന്തര പൂജയെ ചെയ്യുന്നവർ, അവർ മനസ്സിലാണ് പൂജ ചെയ്യുക. അങ്ങനെയുള്ള യോഗികളാണ് ഈ സമയ ആചാരം അവലംബിക്കുന്നത്. ശ്രിയം സമ്പത്തിനെ അതിസൃജന്തോ വേണ്ടതിലധികം ഉണ്ടാക്കി കൊടുക്കുന്നവയുമായ ത്വത്പാദോ. അപ്പോൾ അവർക്ക് സമ്പത്തിൻ്റെ ഒന്നും ആഗ്രഹമൊന്നുമില്ല യോഗികൾക്ക്. പക്ഷേ ഇങ്ങനെ ആന്തരിക പൂജ ചെയ്യുന്നവർക്ക് ധാരാളം സമ്പത്തിനെ ഭഗവതി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നു. ത്വത്പാദോ നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങൾ ഹിമാനി ഹന്തവ്യം മഞ്ഞുകൊണ്ട് നശിക്കത്തക്കതായും നിശായാം രാത്രിയിൽ നിദ്രാണം കൂമ്പിപ്പോകുന്നതും ആയ, അതായത് രാത്രിയിൽ കൂമ്പിപ്പോകുന്നതാണല്ലോ താമരയൊക്കെ. വരം ലക്ഷ്മീപാത്രം ലക്ഷ്മി ദേവിക്ക് ഇഷ്ടവാസസ്ഥാനമായതും ആയിരിക്കുന്നു. അതായത് താമരയിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്, അതാണ് ഇഷ്ടവാസസ്ഥാനം എന്ന് പറയുന്നത്. സരോജം അങ്ങനെയുള്ള താമരപ്പൂവിനെ ജയിക്കുന്നു. ഈ കാര്യത്തിൽ ചിത്രം ആശ്ചര്യം എന്താകുന്നു, ഒരാശ്ചര്യവും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അല്ലയോ മാതാവേ, ഹിമാലയ പർവ്വതത്തിൽ സദാ വസിക്കുന്നതിൽ സമർത്ഥങ്ങളും രാത്രിയിലും പകലും സന്ധ്യയിലും പ്രസന്നങ്ങളും സമയതാവലംബികളായ ഭക്തന്മാർക്ക് വേണ്ടതിലധികം സമ്പത്തിനെ ഉണ്ടാക്കി കൊടുക്കുന്നവയുമായ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങൾ. അപ്പോൾ ആന്തരിക പൂജ ഭഗവതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് പൂജ ചെയ്യുന്ന ആ സമയികൾക്ക് ധാരാളം സമ്പത്തിനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഭഗവതിയുടെ തൃപ്പാദങ്ങൾ. അതായത് ഈ മനസ്സിലും തൃപ്പാദങ്ങളെ നമസ്കരിക്കാം, പൂജ ചെയ്യാം, എല്ലാം ചെയ്യാം. മഞ്ഞുകൊണ്ട് നശിക്കുന്നതും രാത്രിയിൽ കൂമ്പുന്നതും ലക്ഷ്മിയുടെ ഇഷ്ടവാസസ്ഥാനമാണ്. അതായത് മഞ്ഞുകൊണ്ട് നശിച്ചു പോകുന്നതും രാത്രിയിൽ കൂമ്പിപ്പോകുന്നതുമായ താമര ലക്ഷ്മിയുടെ ഇഷ്ടവാസസ്ഥാനമാണ്. ലക്ഷ്മി ദേവി താമരയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള താമരപ്പൂവിനെ ജയിക്കുന്നു എന്നുള്ളതിൽ എന്താണ് ആശ്ചര്യമുള്ളത്? ആ പാദങ്ങളെ പറഞ്ഞു കേട്ടോ, ആ തൃപ്പാദങ്ങൾ, അമ്മയുടെ ദേവിയുടെ തൃപ്പാദങ്ങൾ ആ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ താമരപ്പൂവിനെ ജയിക്കുന്നു. അതായത് താമരപ്പൂവിനേക്കാളും മൃദുലമായതാണ് അമ്മയുടെ, അത്രയും സൗന്ദര്യമുള്ളതാണ് അമ്മയുടെ പാദങ്ങൾ എന്ന് പറയുന്നത്. എന്നുള്ളതിൽ എന്താണ് ആശ്ചര്യമുള്ളത്? യാതൊരു ആശ്ചര്യവും ഇല്ല തന്നെ എന്ന് സാരം. എല്ലാവർക്കും മംഗളം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേം സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി